ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പാതിരാത്രി അന്നം വിട്ട് നിൽക്കുന്നതും കൊക്കോപ്പുഴയും കളിക്കുന്നതും ഈ പറയുന്ന വിഷയം എന്താണെന്ന് അറിയാനും ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലമർത്തുക, ലൈക്ക് ചെയ്യുക. എന്നിട്ട് പോകാൻ നിൽക്കട്ടെ, ആദ്യം പറയുന്ന വിഷയം കിട്ടി. ഈ കടൽ ക്ലോഡ് നീനുഷാജി ഒന്നിനും ഒന്ന് വെച്ചാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ക്രാഫ്റ്റ് ചാനലുകളാണ്. അതായത് മറ്റുള്ളൊന്നും ഇഷ്ടമല്ല പറയണേ, നമ്മൾ സ്ഥിരമായിട്ട് കാണാൻ ഓരോ ക്രാഫ്റ്റ് ചാനൽ രണ്ടെണ്ണം. അപ്പോൾ ഇത് ഓരോ പുതിയ ഐഡിയ വരുമ്പോൾ ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കും. ലാസ്റ്റ് അത് പാടിയിട്ട് വേറെ വല്ല സാധനമാക്കും. അതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ കടൽ ക്ലോഡ് ചേച്ചിയൊക്കെ ഈ ഡെസ്ക് മേക്കോവറൊക്കെ ഉണ്ട് കണ്ടപ്പോൾ ഡെസ്ക് മേക്കോവർ ചെയ്യേണ്ട ആഗ്രഹം. ഡെസ്കുമായിട്ടൊരു ബന്ധമല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കട്ടില മേക്കോവറാണ്. അതായത് എൻ്റെ വീട്ടിൽ 2 റൂമുണ്ട്. അതിൽ ഒരു റൂമിലാണ് ഞങ്ങൾ കിടക്കളൊക്കെ ഉള്ളൂ, ബാക്കി ഒരു റൂം എൻ്റെ പരീക്ഷണശാലയാണ്. അപ്പം അത് കട്ടിലും ഞാൻ അങ്ങോട്ട് വിധേയതാക്കി. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ സൈഡിലുള്ള കൂട്ടിലായിരുന്നു ഞാൻ എല്ലാ സകല പരീക്ഷണം. പിന്നെ പെയിൻ്റൊക്കെ അടി കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ചിത്രം വരെയും പോയി. പിന്നെ ആലോചിച്ച് ഡെസ്ക് എവിടെ ഒപ്പിക്കും, അതെവിടെ ഒപ്പിക്കും എന്നൊക്കെ ആലോചിച്ച് ലാസ്റ്റ് ഒരു ദിവസം എല്ലാ സാധനങ്ങളെയും കട്ടിലെ വണ്ടിയിൽ ഇട്ടാണ് പടിവ്. പിന്നെ അങ്ങോട്ട് ആലോചിച്ചപ്പോൾ ലാസ്റ്റ് വിടേറ്റി കട്ടിൽ ഈസ് മൈ ഡെസ്ക്. അപ്പോൾ കട്ടിൽ മേക്ക് ഓവർ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസം ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളായിരിക്കും കടൽ ക്ലോഡ് ചേച്ചീന്, നീനുഷാജി ചേച്ചീന്. അതൊക്കെ കണ്ടിട്ട് ഞാനെല്ലാം കൊളാക്കണ കാര്യമാണ് ഇപ്പം ഉണ്ടാകുന്നത്. അപ്പോൾ സംസാരിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നതില്ല. അപ്പോൾ ഇത് കണ്ടാലും നെട്ടരുത്. കാരണം വെറുതെ മുക്കാലും സാധനങ്ങളും അവിടുന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതാണ്. അപ്പോൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഈ നീനുഷാജി ചേച്ചീൻ്റെ ഒക്കെ ആണെങ്കിൽ, അതായത് നീനുഷാജി താത്താനെ ആണെങ്കിലും കടൽ ചേച്ചീനെ ആണെങ്കിലും അങ്ങനെ രണ്ടാളുണ്ടല്ലോ, അവരൊക്കെ ഈ ഡെസ്ക് മേക്കോവർ ചെയ്യാൻ കുറേ അടിപൊളി സാധനങ്ങളൊക്കെ വാങ്ങും. പേറ്റല്ല മക്കളെ, ആണ് നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് മേക്കോവർ അങ്ങനെ ചെയ്തു. അവ ഏതായാലും ഞാൻ ചെയ്തതല്ലേ, ഇനി ഇതിപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്നങ്ങോട്ട് വിചാരിച്ച്. ആരും കണ്ട മോദം കണ്ടത് എൻ്റെ കടൽ മാത്രം കാണുന്നത്. അപ്പോൾ കടൽ കാണാം, കൊക്കരക്കോ. അപ്പം ഇതാണ് എൻ്റെ കടൽ. 1 മിനിറ്റ് ഞാൻ ഒന്ന് കയറി കൊത്തക്കട്ടെ ഗൈസ്. ഇത് പിന്നെ ഇത് കൂടെ വരേണ്ട ആവശ്യമുണ്ട്. അയ്യോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡെസ്ക് മേക്കോവർ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഞാൻ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് അവിടെ ഹാങ് ചെയ്തതായിരുന്നു കേട്ടോ. എൻ്റെ പണ്ടത്തെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ പോയി. അതിൽ കാണുന്നവർക്ക് മനസ്സിലാകും ഞാൻ ഇത് എവിടെ തൂക്കിയതാണെന്നൊക്കെ. അപ്പോൾ ഈ സാധനം ഇപ്പോൾ എൻ്റെ പരീക്ഷണത്തിൽ വിജയനായി ഞാൻ ഇപ്പോൾ കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഇതിൽ അപ്പോൾ കുറച്ച് കളർ ഐറ്റംസ് ആണ് വെക്കുന്നത്. ഡോംസിൻ്റെ ബ്രഷ് പെൻസ്. ഇത് പിന്നെ ഞാൻ ഒരു പോത്തിരി വാങ്ങിച്ചതാണ്. പിന്നെ എക്സോൻ്റെ ഒരു പാക്കറ്റ് പെന്ന്, പിന്നെ ഓയിൽ പേസ്റ്റ്, വാട്ടർ കളർ ചെറിയ പാക്കറ്റ്, പിന്നെ നമ്മൾ സ്റ്റാമ്പിൻ്റെ സാധനം, അങ്ങനെ കുറച്ച് ഇതാണ് മേലെ. പിന്നെ അടിയിലെന്ന് പറയണത് ഇതിൻ്റെ ഇത്തിരി വളമാലല്ല, അറിയാൻ പറഞ്ഞു പെന്നും പെൻസിലൊക്കെയാണ് കേട്ടോ. ഈ ഡിയക്കുട്ടീൻ്റെ ഷോപ്പിങ്ങിൻ്റെ റൂം പോലെ കണ്ടപ്പോൾ എനിക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയായിട്ട് ഈ പെൻസിലും എനിക്ക് എടുത്തേക്കുന്നത്. പിന്നെ ഇതൊക്കെ എൻ്റെ ആക്രിപ്പൂപ്പ സാധനങ്ങളാണ്. ഈ ക്രാഫ്റ്റിന് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ മണ്ടിയിൽ വന്നാൽ ചെയ്യാമല്ലോ. പിന്നെ പുതിയ പോച്ചുണ്ട് ഗൈസ്. ഇതിൽ പിന്നെ DIY ആയിട്ടുള്ള ടാപ്പും അല്ലാത്ത ടാപ്പും എല്ലാ സാധനങ്ങളും ഇതിൽ സജീവമാണ്. പിന്നെ നമ്മളെ കടൽ ക്ലോത്ത് ചേച്ചി ഒരു കൊറിയൻ്റെ ടു-ഡു ലിസ്റ്റൊക്കെ വരുന്ന വലിയ ബുക്ക് ഉണ്ടാക്കിയില്ലേ, അതുവരെ ഉണ്ടാക്കാനാണ് സംഭവം നൈസായിട്ട് പാലിക്കണം ഗൈസ്. എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ടു-ഡു ലിസ്റ്റും നോട്ട്സും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം പാലിന് വരും. പിന്നെ ഈ ഒരു സാധനം ഞാൻ ചെറിയ കട്ടയിൽ വുഡ് പെയിൻറ്റിങ് ചെയ്തതാണ്. വലുത് വെച്ച് ഞാൻ വുഡ് പെയിൻറ്റിങ് ചെയ്തത് എൻ്റെ ഷോക്കേസിൻ്റെ അവിടെ വെക്കുന്നത്. വീഡിയോസിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇത് ഞാൻ അൾട്രാ ടെക്നോളജിക്കലായിട്ട് ഷെയ്ഡിങ് സ്റ്റിക്കറൊക്കെ പറഞ്ഞിട്ട് വെട്ടിച്ചതാണ്, ഒരു കുന്തമില്ല. പിന്നെ ഈ ചേച്ചിമാരൊക്കെ കട്ട് ചെയ്യുന്ന ഒരു കുന്ത്രാണ്ടല്ലേ,
അത് ഞാനൊരു ടേൽസിൻ്റെ അസലായില്ല പീസ് തുറന്നിട്ടുണ്ട്. അല്ല തന്നെ നമ്മൾ കുറേ വാരിയമ്പൂരൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അറിയണേ അപ്പം നൈസായിട്ട് എഴുതുന്നത്. പിന്നെ ഞാൻ ഓർഗനൈസറിനോ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം എടുത്തിരുന്നു. എന്നിട്ടോ എന്തൊക്കെ ആക്കി ലാസ്റ്റ് ആക്കിയ രൂപമാണ് ഇത്. ഈ ഒരു സാധനം, ഈ ഒരു ഓർഗനൈസർ നല്ല ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല സാധനം, പക്ഷെ ഓർഗനൈസർ ആണ് എന്ന് മാത്രം. പിന്നെ നീനു ഷാജിത്ത കളിക്ലോത്തെ ചേച്ചി ഒരു സ്ട്രോബെറി ഡെക്കോർ ഉണ്ടാക്കില്ലേ, അത് സെയിം പെട്ടിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പകുതി പ്രോസസ്സായാലും പെട്ടിൻ്റെ നൈസായിട്ട് അങ്ങോട്ട് വിട്ട് പെട്ടി മൊത്തം അങ്ങോട്ട് കൊള്ളായി. ഞാൻ വിട്ടിട്ടൊന്നുമില്ല, പെട്ടിൻ്റെ കുഴപ്പമാണ്. ഞാൻ പിന്നെന്താ കേട്ടാലും പിന്നെ അടിയിൽ കോട്ടി അടിയിൽ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഒന്നും വന്നില്ല കേട്ടോ, ബൾബ് കട്ടിയിട്ടില്ല കണ്ടില്ലേ. അപ്പം എന്ത് ചെയ്തു, എന്താ കട്ട് ചെയ്യുക ഒട്ടിക്കുക. ലാസ്റ്റ് പ്രാന്ത് കണ്ടിട്ട് ഉമ്മ ഇത് വല്ലതും കട്ടാണോ ചോദിച്ചു. ഉമ്മക്കണേ ഈ എന്തെങ്കിലും കാട്ടിക്കോന്ന് പറഞ്ഞ് ഉമ്മച്ച് നെയ്സായിട്ട് അങ്ങനെ തടി വയ്ക്കും. അപ്പോഴാണ് എൻ്റെ അവിടുത്തെ പൊക്കയിൽ ഇത്തിരി പൂവിന് ഞാൻ നെയ്സായിട്ട് പൊക്കിയിട്ട് അതിൻ്റെ മണ്ണിൽ തയ്ച്ചു. നല്ലൊരു ഫ്ലവർ പോട്ടായില്ലേ ഗൈസ്. പിന്നെ എൻ്റെ സ്റ്റിക്കർ കളക്ഷൻസാണ്. ഡിയക്കുട്ടീൻ്റെ ഒക്കെ സ്റ്റിക്കർ കളക്ഷൻ കണ്ടിട്ട് എനിക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ട്. പെച്ച നെഹി. അപ്പോൾ നമ്മൾ എന്ത് ഉണ്ടാക്കി മീൻസ് മൊത്തം ഉണ്ടാക്കിയ ഇതൊക്കെ കവായ് സ്റ്റിക്കറാണ്. ഇത് ഞാൻ വാങ്ങിയതല്ല കേട്ടോ. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ കവായ് സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങിയത് കണ്ടപ്പോൾ അവർക്ക് 2 3 ഒക്കെ തരും. അപ്പോൾ എന്താ ഇത് മൊത്തം വന്ന് ഉച്ചി കൂട്ടുകാരിയാണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഞാനിങ്ങനെ ഇതാക്കി സേവ് ചെയ്ത് ഇത് വെച്ചതാണ് കേട്ടോ. ലാസ്റ്റ് ചാൻസിൽ പറയാം ഏതാ എൻ്റെ ആ കൂട്ടുകാരത്തി എന്ന് കേട്ടോ. അപ്പോൾ ഇത് കവായ് സ്റ്റിക്കറിൻ്റെ സെക്ഷനാണ്. ഞാൻ ഫസ്റ്റായിട്ട് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി കേട്ടോ. ഞാൻ ഈ കടയിലൊക്കെ 5 രൂപക്ക് അങ്ങനെ നമ്മൾ സ്റ്റിക്കറില്ലേ അങ്ങനെ ഉള്ള പരിചയമുള്ളൂ. പിന്നെ ഓരോ ക്രാഫ്റ്റിലും ഇങ്ങനെ കാണില്ലേ ഉണ്ടാക്കണം എന്നൊക്കെ തോന്നും, പക്ഷെ നമ്മൾ പിന്നെ അതിന് നിൽക്കൂല. ലാസ്റ്റ് ഫൈനൽ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ സാധനമാണിത്. പിന്നെ ഞാൻ കവായ് സ്റ്റിക്കർ ഉണ്ടാക്കാൻ ഇതാണ് യൂണിക്കോണിൻ്റെ ഇമേജ് ഉള്ളപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ലാസ്റ്റ് എന്തൊക്കെ ആക്കി വെച്ചു, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കവായ് സ്റ്റിക്കറിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയാണ് ഇത്തിരി ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ കേട്ടോ. നേരെ സ്റ്റിക്കി ആയിട്ട് ഒട്ടുവേ, കാരണം ഇതിൽ സെല്ലോ ടാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ നേരത്തെ കവായ് സ്റ്റിക്കർ ആണെന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിൽ ആ ഫ്രണ്ട് തന്ന മുത്തിൻ്റെ സ്റ്റിക്കേഴ്സാണ്. എനിക്ക് എന്താ നല്ല സ്റ്റിക്കേഴ്സിനൊക്കെ നല്ലതാണ്. ഇത് കുറേ വർഷം മുമ്പ് പറഞ്ഞാണ്. ഞാൻ അതിങ്ങനെ ഒന്നിനും യൂസ് ചെയ്യാതെ എടുത്ത് വെച്ചാട്ടോ. ഇത് ഇത്ര കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഹാപ്പിയാണ് ഞാൻ. പിന്നെ ഞാൻ കുറേ സീഷ്യൽ കളക്ഷൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ അത്യാവശ്യം ചിപ്പി ഇതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ സീഷ്യലിൻ്റെ ഐറ്റംസൊക്കെ കുറേ പേര് വെക്കൂല അതുപോലെ. ഫസ്റ്റ് ഈ ഒരു സാധനം കേട്ടോ. ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ്. ഞാൻ എൻ്റെ തറവാട്ടിൽ പോയപ്പോൾ എൻ്റെ താത്ത തന്നതാണ്. പിന്നെ ഈ സാധനം ഈ 3 എൻ്റെ ഒരു കൂട്ടുകാരി ലക്ഷദ്വീപിക്ക് പോയപ്പോൾ തന്നതാണ്. പിന്നെ അമ്മാൻ്റെ വീടിൻ്റെ അവിടുന്ന് കിട്ടിയതാണ്. പിന്നെ ഈ 3 എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കുട്ടി തന്നതാണ് കേട്ടോ. ഇത്രയൊക്കെ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭംഗിയല്ലേ. അപ്പോൾ ഞാൻ കുഞ്ഞിപ്പുഴ വ്ളോഗ് ഇട്ടിരുന്നു കേട്ടോ ആദ്യത്തെ ചാനലിൽ. അത് കണ്ടവരൊന്നും ഇതിലുണ്ടാവില്ല, അത് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് നല്ല അടിപൊളി കല്ലെടുത്തിരുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടാന്ന് വിചാരിച്ച് എടുത്തതാണ്, പക്ഷെ നൈസായിട്ട് അതിൻ്റെ ആ മീനിൻ്റെ അക്കോറിയത്തിൽ പോയി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതും അക്കോറിയത്തിൽ നൈസായിട്ട് എൻ്റെ പുലിവാവ കൊണ്ടുപോയിടാൻ നിന്നാണ്. ഞാൻ നൈസായിട്ട് ഇങ്ങോട്ട് വാങ്ങിക്കൊന്നു. അല്ല പിന്നെ അപ്പം കൊടുക്കും, ഞാൻ നോക്കിയിരുന്നു. പിന്നെ ഇത് എൻ്റെ വെയ്ക്കാന്ന് പറഞ്ഞ ഫ്രണ്ട് എനിക്ക് തന്നതാണ്. നല്ല രസം, നല്ല ഗ്ലേസിലും ഇല്ല കണ്ണിലാട്ടോ. പക്ഷെ എന്താ അങ്ങനത്തെ കല്ലുകുട്ടികളൊക്കെ നല്ല ഇഷ്ടമാണ്. അവിടെ ഞാൻ അങ്ങനത്തെ പാക്കറ്റിലൊക്കെ ഇഷ്ടം. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയാണ്. ഇത് ഞാൻ ഇമ്മയും കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡിങ് പെൻസിലും അതേപോലെ തന്നെ നമ്മുടെ ബ്രഷും കത്രികയും അതൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു പ്ലാനറായിരുന്നു സത്യം പറഞ്ഞാൽ ഉണ്ടാക്കി വെച്ചത്. അത് വെച്ച് എന്തെങ്ങനെ പെൻസിൽ കേസൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ കടിക്ലോട്ട് ചേച്ചി ചെയ്ത പോലെ അതേപോലത്തെ സാധനം, പക്ഷെ നൈസായിട്ട് അത് മൊത്തം ഉണ്ട്.
ഇങ്ങനത്തെ ഒരു സാധനം കണ്ടു, ഇങ്ങനത്തെ ഇതുകളൊക്കെ അങ്ങനത്തെ ഒക്കെ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചിട്ടായിരുന്നു ഇതൊക്കെ. പക്ഷെ അത് കുറേ നോക്കി തീരുട്ടില്ല. ഒരു മണിക്കൂറും കൂടി നിൽക്കാം, ഒരു മിനിറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ പറയാൻ പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ. ഞാൻ അടുത്തത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ ഞാനിടാം. അപ്പോൾ ആ സ്റ്റിക്കേഴ്സൊക്കെ തന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മഴസിൽ കുട്ടീനെ ആർക്കും അറിയാതെ ഇരിക്കൂലല്ലോ. ടാറ്റാ.